തൃശൂർ ആളൂരിൽ പോലീസ് ജീപ്പ് പിടിച്ച് വിദ്യാർത്ഥി മരിക്കുകയും മറ്റൊരു വിദ്യാർത്ഥിക്ക് ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്ത സംഭവത്തിൽ തുടർ നടപടികൾ ആലോചിക്കുന്നതിനായി ജനകീയ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ യോഗം ചേർന്നു. ആളൂരിൽ നടന്ന യോഗം മുൻ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദു ടീച്ചർ ഉദ്ഘാടനം ചെയ്തു. കഴിഞ്ഞ മാസം 15-നാണ് നാടിനെ നടുക്കിയ അപകടം ഉണ്ടായത്. ആളൂർ സ്വദേശി 16 വയസ്സുകാരൻ ജൂവിനും സുഹൃത്ത് അനന്തവും സഞ്ചരിച്ച ഇലക്ട്രിക് സ്കൂട്ടർ ആളൂർ പേട്ട ഭാഗത്ത് വെച്ചാണ് അപകടത്തിൽപ്പെട്ടത്. അമിത വേഗതയിൽ എത്തിയ പോലീസിന്റെ ഡാൻസ് ഓഫ് സംഘം സഞ്ചരിച്ച വാഹനം കുട്ടികളുടെ ഇലക്ട്രിക് സ്കൂട്ടറിൽ ഇടിക്കുകയായിരുന്നു. തുടർന്ന് ചികിത്സയിലിരിക്കെ കഴിഞ്ഞ 23-ന് ജൂവിൻ മരണപ്പെട്ടു. ഒപ്പമുണ്ടായിരുന്ന അനന്തു ഇപ്പോഴും ഗുരുതരാവസ്ഥയിൽ ചികിത്സയിലാണ്. കുറ്റക്കാർക്കെതിരെ ശക്തമായ നടപടി എടുക്കണമെന്നും രണ്ടുപേരുടെയും കുടുംബത്തിന് നഷ്ടപരിഹാരം ഉടൻ ലഭ്യമാക്കണമെന്നും യോഗത്തിൽ ആവശ്യപ്പെട്ടു. ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ ജനകീയ പ്രക്ഷോഭം നടത്താനും തീരുമാനമായി. മുൻ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദു ടീച്ചർ യോഗം ഉദ്ഘാടനം ചെയ്തു. ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്ന് ഈ സംഭവത്തിന്റെ ദാരുണ സ്വഭാവത്തിന് അനുസരിച്ചുള്ള നഷ്ടപരിഹാരം രണ്ട് കുടുംബങ്ങൾക്കും ലഭ്യമാക്കണം. ജുവിന്റെ കുടുംബത്തിന് എല്ലാമാണ് നഷ്ടപ്പെട്ടത്. അനന്തുവാണെങ്കിൽ വളരെ പ്രതിസന്ധി ഘട്ടത്തിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. വലിയ ചെലവേറിയ ചികിത്സയിലൂടെ കടന്നു പോകുന്ന ആ കുട്ടിക്ക് അടിയന്തരമായിട്ട് ചികിത്സാ ധനസഹായം എത്തിക്കേണ്ടതുണ്ട്. കുറ്റക്കാർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്ന് അത് ശക്തമായിട്ട് തന്നെ നമുക്ക് ഗവൺമെന്റിനോട് ആവശ്യപ്പെടാം. അപകടത്തെ തുടർന്ന് 2 കുട്ടികളുടെയും കുടുംബത്തിന് ലക്ഷങ്ങൾ ആശുപത്രിയിൽ ചിലവാക്കേണ്ടി വന്നിരുന്നു. അപകടം നടന്ന ദിവസം പോലീസ് ജീപ്പ് അമിത വേഗതയിലായിരുന്നു സഞ്ചരിച്ചതെന്ന് നാട്ടുകാരും സാക്ഷ്യപ്പെടുത്തിയിരുന്നു. ഇലക്ട്രിക് സ്കൂട്ടറിൽ സഞ്ചരിച്ച കുട്ടികൾ ഹെൽമറ്റ് വയ്ക്കാത്തത് അപകടത്തിന്റെ ആക്കം കൂട്ടി എന്ന് കാണിച്ച് കേസ് ഒതുക്കി തീർക്കാനാണ് ശ്രമമെന്ന് കുടുംബം ആരോപിച്ചിരുന്നു. കൈരളി ന്യൂസ്, തൃശൂർ.